ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയാണ്. ഹാഫ് ഇയർലി എക്സാമിൻ്റെ ആൻസർ കീ ആണ്. ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാം സെക്കൻഡ് ടേം എക്സാമിൻ്റെ ആൻസർ കീ ആണിത്. കേരള പാഠാവലിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തതിന് ശേഷം എന്തെങ്കിലും തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യുക. നമ്മൾ ശരിയായ ആൻസർ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം: വെടിയുണ്ടകളിലൂടെ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാമെന്നും സ്വപ്നങ്ങൾ തകർത്തു കളയാമെന്നും അവർ കരുതി. അവർക്ക് തെറ്റി. സ്വപ്നച്ചിറകിൽ. മലാല യൂസഫ്സൈയുടെ ഈ വാക്കുകളിൽ തെളിയുന്നത് എന്ത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ആത്മവിശ്വാസവും ലക്ഷ്യബോധവും. 2. ചുവടെ കൊടുത്തവയിൽ ശരിയായി പിരിച്ചെഴുതിയത് ഏത്? അപ്പോൾ നമുക്ക് നോക്കാം. രണ്ടാമത്തതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം വരും കേട്ടോ. മഞ്ഞക്കിളി എന്നുള്ളതും അതുപോലെ 4 തിരു പ്ലസ് ആതിര തിരുവാതിര. അപ്പോൾ 1ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ ഡി. 2 ഓപ്ഷൻ ഡി ആണ്. ഇനി 3: ഞങ്ങളെ അപരിഷ്കൃതരെന്ന് വിളിച്ചത് മറ്റുള്ളവരാണ്. പരിഷ്കാരം അങ്ങനെയാണല്ലോ. കൊച്ചരേത്തി. ഈ വാക്യങ്ങളിലെ സൂചന എന്ത്? ഓപ്ഷൻ എ ആണ്. പരിഷ്കാരികൾ എന്ന് നടിക്കുന്നവരുടെ സംസ്കാരമില്ലായ്മ. 4. ചിത്രത്തിൽ കാണുന്ന കലാരൂപം ഏത്? ഓപ്ഷൻ എ ചാക്യാർ കൂത്ത്. 5 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതുകയാണ് അടുത്തത്. 5. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കുക. അമ്മ ആ വീടിൻ്റെ പടിയിറങ്ങി. അമ്മയുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു തുണിസഞ്ചി പോലും. അപ്പോൾ ഇതിനൊന്ന് ഒറ്റ വാക്യമാക്കി നമുക്ക് എഴുതിയാലോ? ഉത്തരം വരുന്നത് ഇതാണ്: ഒരു തുണിസഞ്ചി പോലും കയ്യിലില്ലാതെ അമ്മ ആ വീടിൻ്റെ പടിയിറങ്ങി. ഓക്കെ. 6ാമത്തെ ചോദ്യം: സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളാകട്ടെ നിങ്ങളുടെ ആലോചനകളുടെ മുഖ്യ വിഷയം. അത് ഉൾപ്പെടുത്താത്ത ഒന്നും ഇനി സ്വീകാര്യമല്ല. സ്വപ്നച്ചിറകിൽ എന്നുള്ളതിൽ നിന്നാണ് ഈ വരികൾ. മലാലയുടെ ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വ്യക്തമാക്കുക. അപ്പോൾ 6ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ആദ്യം നോക്കാം. യോജിക്കുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ സമൂഹത്തിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമാകണം. കാരണം ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയും സുസ്ഥിരതയും ഉറപ്പാക്കാൻ അവരുടെ ക്ഷേമം അത്യന്താപേക്ഷിതമാണ്. ലിംഗസമത്വവും ബാലാവകാശങ്ങളും മാനുഷികവും ധാർമ്മികവുമായ കടമകളാണ്. ഇനി 7ാമത്തെ ചോദ്യത്തിന് 7A 7B ഉണ്ട്. 7A എന്താണെന്ന് നമുക്ക് നോക്കാം. അവർക്ക് അന്നം എവിടെ, നാണം എവിടെ, അന്തി കൂടാൻ ചേക്ക എവിടെ? കുറത്തിയുടെ ചോദ്യത്തിൻ്റെ പൊരുൾ വ്യക്തമാക്കുക. ഇത് നിങ്ങൾ ഓർക്കുക എന്നുള്ള പാഠഭാഗത്തു നിന്നാണ്. അല്ലെങ്കിൽ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ബി: ഇരുളിനെ കാത്തു കിടക്കും ആലിൻ കരിനിഴലറിയാതുറക്കമായി കരളോർക്കുമേതോ പുരാണശോക കഥ പോലിശ്യാമള ഭൂമി കാൺമു. വരികളിലെ പ്രയോഗഭംഗി കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. പ്രലോഭനത്തിൽ നിന്നുള്ള വരികളാണിത്. അപ്പം നമുക്ക് 7Aയുടെ ഉത്തരവും നോക്കണം, 7Bയുടെ ഉത്തരവും നോക്കണം. ആദ്യം 7A നോക്കാം. 7A ആണ് കേട്ടോ. 6 കഴിഞ്ഞു. 7A: സാമൂഹിക അസമത്വം. കുറത്തിയുടെ ചോദ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ നേരിടുന്ന അതിരൂക്ഷമായ ദാരിദ്ര്യവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും സാമൂഹികമായ അവഗണനയുമാണ്. ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം, മാന്യത, സുരക്ഷിതമായ താമസസ്ഥലം എന്നിവ നിഷേധിക്കപ്പെടുന്നതിലെ അനീതിയാണ് ഈ ചോദ്യങ്ങളിലൂടെ കവി വ്യക്തമാക്കുന്നത്. 7A കഴിഞ്ഞാൽ 7B. ഈ വരികളിലെ പ്രധാന പ്രയോഗഭംഗി പ്രകൃതിയെയും മനുഷ്യൻ്റെ വികാരങ്ങളെയും ബന്ധിപ്പിക്കുന്നതിലാണ്. ഇരുളിനെ കാത്തു കിടക്കും ആലിൻ കരിനിഴലറിയാതുറക്കമായി എന്നതിലൂടെ രാത്രിയുടെ നിശബ്ദതയും ഭീകരതയും അതേസമയം അതിൽ ലയിച്ചു ചേരുന്ന ഉറക്കത്തിൻ്റെ നിസ്സഹായതയും വരച്ചു കാട്ടുന്നു. കരളോർക്കുമേതോ പുരാണശോക കഥ പോലിശ്യാമള ഭൂമി കാണൂ എന്ന ഉപമയിലൂടെ പ്രകൃതിയുടെ ഇരുണ്ട ഭാവം മനുഷ്യഹൃദയത്തിലെ ദുഃഖസ്മരണകളുമായി താരതമ്യം ചെയ്ത് വായനക്കാരിൽ വികാര തീവ്രത ഉണർത്തുന്നു. ഇത് കവിതയ്ക്ക് കാവ്യാത്മകമായ ആഴം നൽകുന്നു. അപ്പോൾ 7A 7B കഴിഞ്ഞു. ഇനി നമുക്ക് 8 ആണ്. 8 മുതൽ 11 വരെ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് 8ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കുക എന്നുള്ളതിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ആ വരികൾ വായിക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് കീഴാളൻ എന്നുള്ളതിൽ നിന്ന് കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ അതിൽ നിന്നുള്ള വരികളും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാവ്യഭാഗത്തെയും ജീവിതാവസ്ഥകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുകയാണ് നമ്മുടെ ചോദ്യം വരുന്നത്. അപ്പം നമുക്ക് ആദ്യം 8ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. 2 കാവ്യഭാഗങ്ങളിലെയും ജീവിതാവസ്ഥകൾ തികച്ചും വിഭിന്നമാണ്. നിങ്ങൾ ഓർക്കുക എന്ന കവിതയിൽ കർഷകൻ തൻ്റെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയാതെ പട്ടിണിയിലാണ്.
കൃഷിപ്പണി മുഴുവൻ ചെയ്തിട്ടും തങ്ങൾക്ക് അന്നം ലഭിക്കുന്നില്ലെന്ന് അവർ സങ്കടപ്പെടുന്നു. ഇത് ചൂഷണത്തിന്റെയും നിസ്സഹായതയുടെയും ജീവിതാവസ്ഥയാണ് വ്യക്തമാക്കുന്നത്. കീഴാളൻ എന്ന കവിതയിൽ അധ്വാനിക്കുന്ന വർഗം തങ്ങളുടെ കഠിനാധ്വാനത്തെക്കുറിച്ച് ബോധവാന്മാരാണ്. വിത്ത് വിതച്ചതും കള പറിച്ചതും തങ്ങളാണെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. ഇവിടെ നിസ്സഹായതയ്ക്ക് പകരം സ്വന്തം കർമ്മശേഷിയെക്കുറിച്ചുള്ള അഭിമാനവും അവകാശബോധവുമാണ് പ്രകടമാകുന്നത്. ഇനി വരുന്നത് 9 9ാമത്തെ ചോദ്യം നിമിഷം എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള വരികളാണ്. വെടിയുണ്ടകൾ ഞങ്ങളെ നിശബ്ദരാക്കുമെന്ന് അവർ കരുതിയിട്ടുണ്ടാവണം, പക്ഷെ അവർ പരാജയപ്പെട്ടു. നിശബ്ദതയല്ല 1000 ശബ്ദങ്ങളാണ് ആ ദിനത്തിൽ ഉയർത്തി വന്നത്. ഇത് സ്വപ്നച്ചിറകിൽ എന്നുള്ളതിലത്തെ ലൈൻസ് ആണ്. 2 രചനാഭാഗങ്ങളിലും അതിജീവനത്തിന്റെ കരുത്തും കാന്തിയുമാണോ തെളിയുന്നത്? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. അപ്പോൾ 9ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് താരതമ്യം ചെയ്ത് തന്നെയാണ് എഴുതേണ്ടത്. ഇത് 8 ഇനി 9. 2 രചനാഭാഗങ്ങളിലും അതിജീവനത്തിന്റെ കരുത്തും കാന്തിയും തന്നെയാണ് തെളിയുന്നത്. നിമിഷം എന്ന കവിതയിൽ വലിയ പ്രതിസന്ധികൾ, സൂര്യബിംബം കെട്ടുപോകുന്നത് ഉണ്ടായാലും സർഗശക്തി ഉപയോഗിച്ച് പുതിയ പ്രതീക്ഷകൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഇത് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മനുഷ്യന്റെ അദമ്യമായ ഇച്ഛാശക്തിയെ കാണിക്കുന്നു. സ്വപ്നച്ചിറകിൽ എന്ന ഭാഗത്തിൽ അടിച്ചമർത്തലുകൾക്കും ഭീഷണികൾക്കും മുന്നിൽ നിശബ്ദരാകില്ലെന്ന ദൃഢനിശ്ചയമുണ്ട്. ഒരു ശബ്ദത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ 1000 ശബ്ദങ്ങളായി ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രഖ്യാപനം അതിജീവനത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും പ്രതീകമാണ്. രണ്ടും പ്രതികൂല സാഹചര്യങ്ങളെ തകർത്ത് മുന്നോട്ടു പോകാനുള്ള മനുഷ്യന്റെ കരുത്തിനെയാണ് ഉയർത്തിക്കാട്ടുന്നത്. 9ാമത്തെ ചോദ്യം കംപ്ലീറ്റ് ആയി. ഇനി നമുക്കുള്ളത് 10. 10ാമത്തെ ചോദ്യം എന്താണ്? തട്ടുപൊളിപ്പൻ എന്നത് ചവിട്ട് നാടകവുമായി ബന്ധപ്പെട്ട് മലയാളത്തിലുണ്ടായ ഒരു ശൈലിയാണ്. ഈ കലാരൂപത്തിന്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? ചവിട്ടുനാടകത്തിന്റെ മറ്റു പ്രത്യേകതകൾ കൂടി കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. 10ാമത്തെ ചോദ്യം ആദ്യം നോക്കാം, ശേഷം 11 നോക്കാട്ടോ. 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം തട്ടുപൊളിപ്പൻ എന്ന ശൈലി സൂചിപ്പിക്കുന്നത് ചവിട്ടുനാടകം വളരെ ശബ്ദമുഖരിതവും ഊർജ്ജസ്വലവുമായ ഒരു കലാരൂപമാണെന്നാണ്. ഈ കലാരൂപത്തിന്റെ പ്രധാന പ്രത്യേകതകൾ താഴെ പറയുന്നവയാണ്. പ്രധാനമായും പുരുഷന്മാരാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. 17ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനയായി കേരളത്തിൽ രൂപം കൊണ്ടതാണിത്. ക്രിസ്തീയ ഇതിവൃത്തങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കഥകൾ. പാട്ടും നൃത്തവും സംഭാഷണവും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നു. അവതരണത്തിൽ വാളും പരിചയും ഉപയോഗിച്ചുള്ള അഭ്യാസ പ്രകടനങ്ങൾ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് 11A 11B ഉണ്ട്. 11A എന്താണ്? പ്രേക്ഷകരോട് ഒരു കാര്യം അറിയിക്കാൻ CNC ചാനലിന് അഭിമാനമുണ്ട്. യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഇനിയും ചേതന ഗൃദ്ദ മല്ലിക് CNC ചാനലിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ബ്രേക്കിംഗ് ന്യൂസ്. സമകാലിക മാധ്യമങ്ങളുടെ അധാർമിക പ്രവണതകളെ വിമർശനാത്മകമായി അവതരിപ്പിക്കുന്ന രചനയാണ് ബ്രേക്കിംഗ് ന്യൂസ്. പാഠഭാഗവും പ്രസ്താവനയും വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, കുമാരനാശാന്റെ വരികൾ വരുന്നുണ്ട്, അക്കിത്തത്തിന്റെ വരികളും ഉണ്ട്. അതായത് കുമാരനാശാന്റെ നോക്കാം നമുക്ക്. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. പിന്നെ ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കുകയാണ് എന്ന ആത്മാവിൽ 1000 സൗരമണ്ഡലം. അപ്പം നമുക്ക് 11 ക്വസ്റ്റ്യൻ എഴുതാം, അല്ലെങ്കിൽ 11Bയുടെ നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൽ സ്നേഹത്തെക്കുറിച്ച് 2 കവികളുടെയും കാഴ്ചപ്പാട് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പം നമുക്ക് ആദ്യം 11A ഒന്ന് നോക്കാം. ഇത് 10 നമ്മൾ വായിച്ചു. 11A. സമകാലിക മാധ്യമങ്ങളുടെ അധാർമികത. സമകാലിക മാധ്യമങ്ങൾ പലപ്പോഴും റേറ്റിംഗിനും സെൻസേഷനലിസത്തിനും വേണ്ടി മാനുഷിക മൂല്യങ്ങളെയും ധാർമ്മികതയെയും കാറ്റിൽ പറത്തുന്നു. ബ്രേക്കിംഗ് ന്യൂസ് എന്ന പാഠഭാഗത്തിലെ ഈ പ്രസ്താവന ഇതിന് ഉത്തമ ഉദാഹരണമാണ്. മറ്റൊരാളുടെ മരണത്തെ ഒരു വിനോദ പരിപാടിയായാണ് ചാനൽ അവതരിപ്പിക്കുന്നത്. മരണത്തിന്റെ വേദനയേക്കാൾ അവർക്ക് പ്രധാനം വാർത്താ പ്രാധാന്യവും കാഴ്ചക്കാരുടെ എണ്ണവുമാണ്. ഇത്തരം പ്രവണതകൾ മാധ്യമങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്തമില്ലായ്മയാണ് കാണിക്കുന്നത്. വാർത്തകൾ നൽകേണ്ട രീതിയെക്കുറിച്ചുള്ള ധാർമ്മികമായ ചോദ്യങ്ങൾ ഈ പ്രസ്താവന ഉയർത്തുന്നു. ഇനി 11B. സ്നേഹത്തിന്റെ മഹത്വം. കുമാരനാശാനും അക്കിത്തവും സ്നേഹത്തെ മാനവികതയുടെയും ഇതിൽ സ്നേഹത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞിട്ട് ഒരു 2 ഡോട്ട് ഇടുക കേട്ടോ. കുമാരനാശാനും അക്കിത്തവും സ്നേഹത്തെ മാനവികതയുടെയും സഹാനുഭൂതിയുടെയും അടിസ്ഥാന ശിലകളായാണ് കാണുന്നത്. കുമാരനാശാൻ ശത്രുവിനോട് പോലും ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള മനസ്സാണ് യഥാർത്ഥ മാനവികതയെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. അക്കിത്തം മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരുമ്പോഴും അവർക്കായി കണ്ണീർ പൊഴിക്കുമ്പോഴുമാണ് ആത്മാവിന് പൂർണ്ണതയും പ്രകാശവും ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. 2 കവികളും സ്വാർത്ഥത വെടിഞ്ഞ് അപരനെ സ്നേഹിക്കുന്നതിലൂടെ കൈവരുന്ന ആത്മീയ ഉണർവിനെയാണ് ഉയർത്തിക്കാട്ടുന്നത്. സ്നേഹവും സഹാനുഭൂതിയുമാണ് ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന ശക്തി എന്ന സന്ദേശമാണ് ഇവർ നൽകുന്നത്.
ഇനി 12 12 നമുക്ക് എ ക്വസ്റ്റിനും ബി ക്വസ്റ്റിനും ഉണ്ട്. 12A ആശയം, പ്രയോഗഭംഗി, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. മറന്നുവെച്ച കുടയാണ്. മറന്നുവെച്ച കുട മഴയെ ഓർത്തു, ഇടികേട്ടു പീലി നിവർത്തിയത് മലങ്കാക്കയെ പോലെ, കുന്നു പറന്നിറങ്ങിയത് പോത്തിനെ പോലെ, വയൽവരമ്പിൽ കുണുങ്ങി നടന്നത് ഇപ്പോൾ ചിറകു നിവർത്താനാകാതെ മൂലയിലിരിക്കെ എട്ടുകാലി നരച്ച ഉടലിൽ വല നെയ്യുമ്പോൾ തരിക്കുന്നു. കാർമൂടിയ ഒരു ദിവസം ഒരു കൈ തന്നെ വിടർത്തും മഴയുടെ നൃത്തത്തിൽ കറുത്ത ചെറുപ്പം തിരിച്ചുവരും, കുടകളുടെ പൂരത്തിൽ നെറ്റിപ്പട്ടം കെട്ടി. സച്ചിദാനന്ദൻ്റെ മറന്നുവെച്ച കുട എന്ന കവിതയിലെ വരികളാണിത്. അപ്പോൾ ഇതിൻ്റെ ആശയം നമുക്ക് എഴുതണം. ആദ്യം അത് നോക്കാം. മറന്നുവെച്ച കുട എന്ന കവിത കാലഹരണപ്പെട്ട ഒരു വസ്തുവിൻ്റെ ഓർമ്മകളും അതിൻ്റെ പുനരുജ്ജീവനത്തിനായുള്ള കാത്തിരിപ്പുമാണ് ചിത്രീകരിക്കുന്നത്. കവി സച്ചിദാനന്ദൻ ലളിതമായ ബിംബങ്ങളിലൂടെ ആഴത്തിലുള്ള ആശയങ്ങൾ നൽകുന്നു. സച്ചിദാനന്ദൻ്റെ മറന്നുവെച്ച കുട എന്ന കവിത ഉപയോഗശൂന്യമായി മൂലയിലിരിക്കുന്ന ഒരു കുടയുടെ ചിന്തകളിലൂടെ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങളെയും പ്രതീക്ഷകളെയും വരച്ചു കാട്ടുന്നു. കവിതയുടെ പ്രധാന ആശയം കാലക്രമേണ പ്രാധാന്യം നഷ്ടപ്പെട്ട ഒരു വസ്തുവിൻ്റെ മാനസികാവസ്ഥയാണ്. കുട മഴക്കാലത്ത് സജീവമായിരുന്നു, എന്നാൽ ഇപ്പോൾ മഴയില്ലാത്ത കാലത്ത് അത് മൂലയിലായി. അതിൻ്റെ പഴയ പ്രതാപകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളും ഒരു മഴക്കാലത്ത് തനിക്ക് വീണ്ടും പ്രാധാന്യം ലഭിക്കുമെന്ന പ്രതീക്ഷയുമാണ് കവിത പങ്കുവയ്ക്കുന്നത്. ഇത് മനുഷ്യജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെയും വിരഹത്തെയും പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നു. അതിൻ്റെ പ്രയോഗഭംഗി നോക്കാം. ഇടികേട്ട് പീലി നിവർത്തിയത് മലങ്കാക്കയെ പോലെ, കുന്നു പറന്നിറങ്ങിയത് പോത്തിനെ പോലെ തുടങ്ങിയ പ്രയോഗങ്ങൾ കുടയുടെ വിവിധ ഭാവങ്ങളെയും ചലനങ്ങളെയും മനോഹരമായി ചിത്രീകരിക്കുന്നു. എട്ടുകാലി നരച്ച ഉടലിൽ വല നെയ്യുമ്പോൾ എന്ന ബിംബം കുടയുടെ ഇപ്പോഴത്തെ നിസ്സഹായാവസ്ഥയും കാലപ്പഴക്കത്തെയും വ്യക്തമാക്കുന്നു. ലളിതമായ വാക്കുകളിലൂടെ ശക്തമായ ദൃശ്യാനുഭവങ്ങൾ നൽകാൻ കവിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രയോഗഭംഗിയാണ്. ഇടികേട്ടു പീലി നിവർത്തിയത് മലങ്കാക്കിയെ പോലെ, കുന്നു പറന്നിറങ്ങിയത് പോത്തിനെ പോലെ തുടങ്ങിയ പ്രയോഗങ്ങൾ കുടയുടെ വിവിധ ഭാവങ്ങളെയും ചലനങ്ങളെയും. ഇത് നമ്മൾ വായിച്ചതല്ലേ? യെസ്, സോറി, വായിച്ചതാണേ. ഈ പാരഗ്രാഫ് റിപ്പീറ്റഡ് ആണ് കേട്ടോ. സമകാലിക പ്രസക്തിയാണ് നമുക്ക് വേണ്ടത്. ഈ കവിതയ്ക്ക് സമകാലിക പ്രസക്തി ഏറെയുണ്ട്. ആധുനിക ലോകത്ത് ഉപയോഗശേഷം പല വസ്തുക്കളും വേഗത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു. അതുപോലെ മനുഷ്യബന്ധങ്ങളിലും ഈ ഒരു മനോഭാവം പ്രകടമാണ്. താൽക്കാലികമായി പ്രാധാന്യം നഷ്ടപ്പെട്ടാലും ഓരോന്നിനും അതിൻ്റെതായ സമയവും പ്രാധാന്യവും തിരികെ വരുമെന്ന ശുഭാപ്തി വിശ്വാസം കവിതയ്ക്ക് നൽകുന്നു. അതിനാൽ ഈ കവിത കാലാതീതമായി പ്രസക്തമാണ്. അടുത്ത ചോദ്യം ബി ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ വയലുകൾക്കപ്പുറം വാഗപൂത്ത വഴിയിലൂടെ അന്തി മറഞ്ഞുപോയി, ചിറകു കുടയുന്നു തെന്നൽ ആറ്റിൻകരയിലെ വെള്ളിലത്തോപ്പിനുള്ളിൽ. പ്രലോഭനത്തിലെ വരികളാണിവ. ഗ്രാമത്തിലെ സുന്ദരമായ ഒരു വൈകുന്നേരത്തെ കവി ആവിഷ്കരിച്ചത് കണ്ടല്ലോ. നിങ്ങളുടെ നാട്ടിലെ സമാനമായ കാഴ്ചകളെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. ഉചിതമായ തലക്കെട്ടും നൽകുക. സന്ധ്യ മയങ്ങുമ്പോൾ എൻ്റെ ഗ്രാമം ഉണരും. വയലുകളിൽ പണിയെടുക്കുന്നവർ വീടുകളിലേക്ക് മടങ്ങും. പക്ഷികൾ ചിലച്ച് മരച്ചില്ലകളിൽ ചേക്കേറും. അമ്പലത്തിലെ ദീപാരാധനയുടെ മണിനാദം കേൾക്കാം. തണുത്ത കാറ്റ് വീശി അടിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ്. വീടുകളിൽ നിന്ന് ചായയുടെയും പലഹാരങ്ങളുടെയും മണം വരും. കുട്ടികൾ കളിച്ചും ചിരിച്ചും നടക്കും. ഈ കാഴ്ചകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ, 12 ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ അതിൽ ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും കമൻറ്റ് ബോക്സിൽ. ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.